ഗാന്ധിനഗറിലുള്ള ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 1 കോടി എടുത്തു കൊണ്ടുവന്ന് തമിഴ്നാട്ടിലേക്ക് കൊടുത്തയച്ചത് ഞാനും കൂടി ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ സംഘടനാ സെക്രട്ടറിയുടെ അഭാവത്തിൽ അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞതിന്റെ പേരിൽ ഞാനും മുരളി കൊളങ്ങാട്ടും കൂടി പോയിട്ടാണ് ആ പൈസ 1 കോടി എടുത്തു വന്നിട്ട് തമിഴ്നാട്ടിൽ ഒരു ടീം റേസ്. നിങ്ങൾ എന്താണ് ഈ കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇലക്ഷൻ്റെ സമയത്ത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു നിഴലിനെ കണ്ടു എന്നും അങ്ങനെ കുറേ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതെൻ്റെ നിഴലാണെന്നും എൻ്റെ നിഴൽ എന്നോടൊപ്പം കാറിൽ സഞ്ചരിക്കുന്നതാണെന്നും നിഴലിന് ഞാനൊരു വസ്ത്രം കൊടുത്തിട്ടുണ്ടെന്നുള്ളതുമൊക്കെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ താളം പിടിയിൽ. എന്താണ് അവിടെ നടന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ഫാക്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് ആ ഒരു വയോധികയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീക്ക് പണം കൊടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ആളൊരു നിഴലായിരുന്നില്ല, ഒരു സങ്കല്പമായിരുന്നില്ല, ശോഭാ സുരേന്ദ്രൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. അതിനുശേഷം ശോഭാ സുരേന്ദ്രനോടൊപ്പം ആ കാറിൽ തന്നെ കയറി ആ വ്യക്തി പോവുകയും ചെയ്തു. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇതിനെല്ലാം അപ്പാടെ തള്ളി. ഞങ്ങളങ്ങനെ പണം പിരിക്കുന്ന അല്ല പണം കൊടുക്കുന്നൊരു ടീമൊന്നുമല്ല, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വികസനം ചെയ്തിട്ടാണ് വോട്ട് ചോദിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് ഈ ഒരു വെളിപ്പെടുത്തലിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഇലക്ഷനെ ബേസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് BJP 3 സീറ്റ് പിടിച്ചു, എന്തുകൊണ്ട് 102 സീറ്റ് UDF പിടിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഇതിന് UDFൻ്റെ ബന്ധമൊന്നും ഇവർ പറയുന്നില്ല, BJPയിൽ ഉണ്ടായിരുന്ന പണക്കളികളുടെ ബന്ധമാണ് ഇവർ പറയുന്നത്. നരേന്ദ്രമോദി പെട്ടെന്നൊരു ദിവസം ഒരു പ്രഖ്യാപനം ഇറക്കുന്നു. 1000 രൂപ 2000 രൂപ നോട്ടുകൾ അല്ല 500 രൂപ നോട്ടുകൾ നിരോധിക്കുന്നു. ഇനി മുതൽ പുതിയ നോട്ടുകളാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത്, അല്ല ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ സമയത്ത് ഇതൊരു വൻകിട മാഫിയകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ്, അല്ല പെട്ടെന്നുള്ളൊരു മാറ്റമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. വലിയൊരു കൊള്ള തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷനാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ആ ഒരു കൊള്ള തടയുന്നത് ഈ ചെറുകിട ഈ കുഴൽപ്പണ കടത്തുകാരെയൊക്കെ ആണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. വൻകിട ഉടായ്പ ചെയ്യുന്ന ആളുകൾ, ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന ആളുകൾ, ഈ വൈറ്റ് മണി ബ്ലാക്ക് ആക്കുന്ന ആളുകൾ, ഇതൊന്നും എഫക്റ്റ് ചെയ്തില്ല. കാരണം നല്ല രീതിയിൽ ഫണ്ട് കേന്ദ്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വിഹിതം, ടാക്സ് എന്നതിനേക്കാൾ അപ്പുറം നല്ലൊരു വിഹിതം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കിട്ടുന്നതിൻ്റെ ഒരു നല്ലൊരു ഓഹരി ഇവർ കേരളത്തിലേക്ക് ഇങ്ങോട്ട് തട്ടുന്നുമുണ്ട്. അങ്ങനെ ഇലക്ഷനിൽ നല്ല രീതിയിൽ അങ്ങോട്ട് ഇലക്ഷൻ വ്യാപിപ്പിക്കാൻ, പ്രചാരണം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാക്കുകെട്ടുകളായിട്ട് പണം വന്നു. ഇവിടെ എന്തൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, പോലീസിൻ്റെയും മറ്റ് പല ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഇലക്ഷൻ്റെ സമയത്ത്. ഏതെങ്കിലും ഒരു ചാക്കേട്ട് പിടിച്ചോ? എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഇവരുടെ കേന്ദ്രത്തിലുള്ള ഈ ഉന്നതന്മാർ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ ഇവർ ശരിക്കും കേരളത്തിലേക്ക് വരുന്നത് ഇന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടോ അല്ലെ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നു അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ല അതിനെതിരെ സംസാരിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല, ശരിക്കും കള്ളപ്പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ ചിന്തിച്ചു, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, അവർ വരുമ്പോൾ എത്രയും സെക്യൂരിറ്റി അല്ല, എങ്ങനെ കള്ളപ്പണം കൊണ്ടുവരും? ഇപ്പോൾ എനിക്ക് ഇതുമായിട്ടൊക്കെ അപ്പോൾ പുരിയതെന്ന് പറയുന്നത് പോലെ എന്തൊക്കെയോ അങ്ങനെ ചീഞ്ഞു നാറുന്നുണ്ട്. ഈ ഒരു വർഷത്തിനിടയിൽ ഇലക്ഷന് മുൻപ് ഏതൊക്കെ കേന്ദ്രത്തിൻ്റെ ഉന്നതന്മാർ ഇവിടെ വന്നു പോയിട്ടുണ്ടെന്നുള്ളൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ പണം അല്ലെങ്കിൽ ഈ ചാക്കേട്ട് എവിടെ നിന്ന് വന്നു നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൃത്യമായിട്ട് പണം എറിഞ്ഞ് നല്ല രീതിയിൽ ജനങ്ങളെ ക്യാൻവാസ് ചെയ്ത് അല്ലെ കൺവീൻസ് ചെയ്ത് ജയിച്ച അല്ലെങ്കിൽ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അല്ലെ ശിവൻകുട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ നിയമത്തിൽ നിന്ന് പൊട്ടിപ്പോകേണ്ട ഒരു സാഹചര്യം ഞാൻ അവിടെ കാണുന്നില്ല. അപ്പം നല്ല രീതിയിൽ എന്തൊക്കെയോ ഉടായ്പ ഇവിടെ നടന്നിട്ടുണ്ട്, എന്തൊക്കെയോ നല്ല രീതിയിൽ തിരിമറികൾ നടക്കുന്നുണ്ട്. ഇതിനെതിരെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും പ്രതികരണമായിട്ട് വന്നിട്ടില്ല, അല്ല ഇതിനെതിരെ മറ്റ് പല സംഘടനകളിലുള്ള ആളുകളും രംഗത്തേക്ക് വന്നിട്ടില്ല. കാരണം എല്ലാവർക്കും കിട്ടി. ഈ NDA എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെ NDA എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, ഇവർ ഈ പാർട്ടിയിൽ എന്താ ചെയ്യുന്നത്, സെലിബ്രിറ്റീസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കൂടുതൽ സെലിബ്രിറ്റീസ് NDAയിലേക്ക് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് ഓടിയെത്തുന്നത്? അഖിൽമാരടക്കമുള്ള BJPയെ വലിയ രീതിയിൽ എതിർത്തിരുന്ന അഖിൽമാരടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് NDA ലക്ഷ്യമാക്കി ഓടി അങ്ങോട്ടേക്ക് പോകുന്നു? ആതിര നായർ എന്നൊക്കെ പറയുന്ന ആതിര എന്ന് പറയുന്ന റീൽസ് കൂട്ടൂസിനെയൊക്കെ നമുക്കറിയാം. അതുപോലെ ഒരുപാട് ആളുകളെ നമുക്കറിയാം. എത്രയോ ആളുകളാണ് ഈ BJP എന്ന് പറയുന്ന അല്ലെ NDA എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു പാർട്ടിയിലേക്ക് ഓടിപ്പോകുന്നത്. സ്വന്തം നിലപാടുകളും നിലവാരവും മറന്ന് ഈ NDA എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് ഓടിപ്പോകുമ്പോൾ ഇവർക്ക് മറു സൈഡിൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം വളരെയധികം വലുതാണ്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത, നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഫലം ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവരെല്ലാം ഓടിപ്പോയെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് ഇദ്ദേഹം പറയുന്നത്, ബാക്കി ഒന്ന് കേട്ട് നോക്കാം. വണ്ടിയിൽ കയറ്റി വിട്ടത്. പക്ഷെ പിന്നീട് അവിടുന്ന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവിടുന്ന് ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ
മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ ആണ് ഞാൻ പറയുന്നത്. 27 കോടി രൂപയൊക്കെയാണ് അവിടേക്ക് വന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എൻ്റെ പൊന്നു മക്കളെ, എന്തോ ഒരു ഉടായ്പാണല്ലോ അവിടെ നടന്നിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ കേരളത്തിലുള്ള അടിമകൾ വന്ന് മെഴുകുന്നത് പല രീതിയിലാണല്ലോ. ഇതൊന്നും ഞങ്ങൾ അറിയില്ല, ഞങ്ങൾക്ക് അറിയത്തേ ഇല്ല, ഇങ്ങനൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നതെന്നൊക്കെയാണല്ലോ പറയുന്നത്. വേറൊരു വീഡിയോ ഉണ്ട്, അതവിടെ കണ്ടു നോക്കാം. എതിർത്തല്ല, ഞാൻ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഞാനിവിടെ രാത്രി താമസിക്കുന്ന ഒരാളാണ്, എനിക്ക് ഭയമുണ്ട് അവിടെ നിൽക്കാനായിട്ട്, ഇത്ര അധികം പൈസ ഉള്ളപ്പോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് ഓഫീസ് സെക്രട്ടറി അന്വേഷിക്കേണ്ട ആവശ്യമില്ല, സംഘടനാ സെക്രട്ടറി നോക്കുന്നു പറഞ്ഞു. ഞാനിപ്പോ ഇത് പറയുമ്പോൾ എന്റെ ജീവന് ഭീഷണി ഏത് വിധേനയും അവരെന്നെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ എന്റെ പിന്നിൽ അവരുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചാലും പൂർണ്ണ ഉത്തരവാദി സംഘടനാ സെക്രട്ടറി KP സുരേഷ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സുജയ് സേനൻ, അഡ്വക്കേറ്റ് KR ഹരി, ഇവർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് എന്ത് സംഭവിച്ചാലും. എതിർത്തല്ല, ഞാൻ പ്രസിഡന്റിന്റെ കണ്ടില്ലേ, ശ്രദ്ധയിൽ ഇത് എതിർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരുന്നത് ഞാനായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ജീവൻ അപായമുണ്ടല്ല, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ BJPയുടെ നേതൃസ്ഥാനത്തുള്ള പല ആളുകളുമായിരിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയും അതിൻ്റെ ഒരു മുൻപ് തന്നെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് എന്താ സംഭവിക്കുക എന്നുള്ളത്. അതിനെപ്പറ്റി അദ്ദേഹം കൃത്യമായിട്ട് എല്ലാവരോടും പറയുകയും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിലൊരു വിജയം കരസ്ഥമാക്കിയതെന്നും മറ്റ് പലയിടങ്ങളിലും വിജയം കരസ്ഥമാക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. ഇതൊന്നും പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണില്ലെന്നേ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെങ്കിൽ ഇവരെ അസാധുവാക്കാം, ഇതൊന്നും അവർ ചെയ്യില്ല. അന്ന് ശോഭാ സുരേന്ദ്രൻ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പണം പിരിവ് അല്ലെങ്കിൽ പണം കൊടുക്കാനായിട്ട് അവിടെ പോയി എന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയൊക്കെ സമീപനം. ഇങ്ങനെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയമാണല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയും പ്രതികരിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെയും ജീവൻ ആപത്താകും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോവുക. ഇവിടെ എന്ത് തോന്നിവാസങ്ങളും ചെയ്യാം, കാരണം ഇവിടെ ജനങ്ങൾക്കല്ല ആധിപത്യം, ജനങ്ങൾ വിജയിപ്പിച്ച് വിട്ട നേതാക്കന്മാർക്കാണ്. അതുകൊണ്ട് തന്നെയും ഈ തന്തയ്ക്ക് പറക്കാഴിയൊക്കെ നമ്മൾ അംഗീകരിച്ച് പുറത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നിന്നു പോകേണ്ട അവസ്ഥയാണ്. എന്തൊക്കെ കണ്ടാൽ പറ്റും. ഇനി ഇതിനെതിരെ എന്തൊക്കെയാണ് ഇവർ സംസാരിക്കാൻ വരുന്നതെന്നും അല്ല ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണ് നടക്കാൻ പോകുന്നതെന്നും ഒക്കെ ഉള്ളത് കാത്തിരുന്ന് കാണണം.